ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം 2 പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം 2 പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പുതുപ്പള്ളി CSI ചർച്ച് പാരിഷ് ഹാളിലായിരുന്നു ഹരിതസഭ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി നിർവഹിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിങ്ങൾ വലിച്ചെറിയുമോ? നിക്ഷേപിക്കുമോ? നിങ്ങൾ ബർത്ത്ഡേക്കൊക്കെ മിഠായിയൊക്കെ പങ്കുവയ്ക്കില്ലേ? ഈ മിഠായി കവർ വലിച്ചെറിയുമോ? വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുമോ? ഓക്കെ. ആരെങ്കിലും വലിച്ചെറിയുന്നത് കണ്ടാൽ അവരോട് പറയുമോ? അവരെ തിരുത്തുമോ? ചെയ്യുമല്ലേ? ഈ ബസ് വെക്കണം. അത് നിങ്ങളുടെ ചേച്ചിമാർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും, ഇല്ലേ? അത് എവിടെ കൊണ്ടുപോകാന്നറിയാമോ? അറിയാമോ? എന്തിനാ അത് കൊണ്ടുപോകുന്നേ? അത് ഈ പ്ലാസ്റ്റിക്കുകൾ ആദ്യം ഈ ചേച്ചിമാർ കൊണ്ടുവന്ന MCF-ൽ കൊണ്ടുവന്ന് അവര് വേർതിരിക്കും. ഇത് റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകളുണ്ട്, പൊടിച്ച് ചേർക്കാൻ പറ്റുന്നത്. അതിനെ അങ്ങനെ വേർതിരിച്ചെടുക്കും. മറ്റുള്ളവയെ ചെറിയ ഗ്രാനുവൽസ് ആക്കി പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. റീസൈക്കിൾ ചെയ്തുകൊണ്ട്, പുനഃചംക്രമണം ചെയ്തുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് ഇന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം, അല്ലേ? ആ പുതിയ വ്യവസായങ്ങൾ നിലനിന്ന് പോയാൽ മതിയാവും. അപ്പൊ ഇത് വലിച്ചെറിഞ്ഞ മണ്ണിനെ മലിനമാക്കാതെ ഇത് വേർതിരിച്ചു വെച്ചാൽ ഇത്തരം പ്ലാസ്റ്റിക് കൊണ്ട് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിൽ വാങ്ങുന്ന കവർ പാലുണ്ടല്ലോ, അതിൽ ഒരു 4 കിലോ കവർ പാലുണ്ടെങ്കിൽ ഒരു കസേര ചെയ്യാൻ മക്കളമാരെ, നിങ്ങൾ ഇരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കസേര ചെയ്യണമെങ്കിൽ ഒരു 4 കിലോ പ്ലാസ്റ്റിക് മതിയാകും. നിങ്ങൾ മനസ്സിലാക്കണം. അത്തരത്തിലേക്ക് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് നിതുഷ രാജ് സ്വാഗതം പറഞ്ഞു. CSI ചർച്ച് പുതുപ്പള്ളിയിലെ റവറന്റ് വർഗീസ് ഏനാദിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഘടക സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും ശുചിത്വ പ്രഖ്യാപനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ ബാബു നിർവഹിച്ചു. S. രേഖ, E. ശ്രീദേവി, R. രാജേഷ്, രാധാകൃഷ്ണൻ, ലീന രാജു, സ്വാമിനാഥൻ, ശ്യാമ വേണു, ലീന, പ്രശാന്ത് രാജേന്ദ്രൻ, ശ്രീലത, ചിത്രലേഖ K തുടങ്ങിയ ജനപ്രതിനിധികൾ സംസാരിച്ചു. ഘടക സ്ഥാപന മേധാവികളുടെയും അധ്യാപകരുടെയും പ്രതികരണം വരുന്ന പരിപാടിയും സംഘടിപ്പിച്ചു. കുട്ടികളുടെ ഹരിതസഭയുടെ ലക്ഷ്യം വിശദീകരിക്കൽ, കുട്ടികളുടെ ഹരിതസഭ നടപടിക്രമം വിശദീകരിക്കൽ എന്നിവ IRTC റീജിയണൽ കോർഡിനേറ്റർ ജാഫർ ഷെരീഫ് നിർവഹിച്ചു. പ്രതികരണങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പോൾ വിജയ് മറുപടി നൽകി. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് ബാബു B കൃതജ്ഞത പറഞ്ഞു. CD നെറ്റ് ന്യൂസ് കായംകുളം.